ഹലോ ഗൈസ്, നമ്മുടെ കൊല്ലം ലൈറ്റ് ഹൗസ് വരെ ഒന്ന് പോയാലോ? കൂടെ നമ്മുടെ കൊല്ലം ബീച്ചിലും വി പാർക്കിലും കൂടെ ഒന്ന് കയറാം. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ലൈറ്റ് ഹൗസിൽ പോകാൻ റെഡിയായി ഇറങ്ങി. ആയത്തിൽ കൊല്ലം റോഡിലാണെങ്കിൽ ഒടുക്കത്തെ ബ്ലോക്ക്. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ അതിൽ നിന്ന് ഇറങ്ങി കടപ്പുറം കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലെത്തി. പിന്നെ ഒന്നും നോക്കിയില്ല, 20 രൂപയ്ക്ക് ഒരു ടിക്കറ്റും എടുത്ത് താണ്ടി കാണുന്ന കപ്പലിനെയും വാങ്ങിച്ച് നമ്മൾ നേരെ അകത്തോട്ട്. പക്ഷേ അകത്തോട്ട് കയറിയപ്പോൾ അവർ പറയുക ലൈറ്റ് ഹൗസിൻ്റെ അകത്തുനിന്ന് ഒന്നും കഴിക്കാൻ ഒക്കത്തില്ലെന്ന്. പിന്നെ നമ്മൾ കപ്പലിനെയും പോക്കറ്റ് വെച്ച് നേരെ സ്റ്റെപ്പ് കയറാൻ പോയി. എൻ്റെ കൂടെ വന്നവരെല്ലാം ലിഫ്റ്റിലാണ് കയറി, പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റെപ്പ് കയറി. ലിഫ്റ്റിൽ പോകുന്നവർക്ക് ഈ വിൻഡോയിലെ വ്യൂ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പടികൾ ചവിട്ടി ചവിട്ടി നമ്മൾ ഒരുവിധത്തി മണ്ടയിലെത്തി. ഇനി താണ്ട ആ ഡോറിന്റെ പുറത്തോട്ട് ഇറങ്ങിയാൽ നല്ല മനോഹരമായ വ്യൂ ആണ്. താണ്ട കൈസി മനോഹരമായ കാഴ്ചകളും നല്ല തണുത്ത കാറ്റും. വെറും 20 രൂപയ്ക്ക് ഇത് കിടിലോ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ നമ്മൾ പയ്യെ താഴോട്ട് ഇറങ്ങി അവിടുത്തെ പാർക്കിൽ പോയി താണ്ട ഈ വ്യൂവും കണ്ട് കപ്പലിൻ്റെ അയച്ചു. അത് കഴിഞ്ഞ് അവിടുത്തെ ചിൽഡ്രൻസ് പാർക്കിലോട്ടൊന്ന് പോയി. അതിന്റെ ബോഡി വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ബിലോ 12 ഇയേഴ്സ് ഉണ്ട്. പക്ഷെ എന്റെ കണ്ണിൽ അതൊന്നും കണ്ടില്ല കൈസ്. ഞാൻ നേരെ കയറിപ്പോയി ഊഞ്ഞാലാടി. കുറച്ചു നേരം ഇരുന്ന് ആടിയപ്പോഴത്തേക്ക് നാണ്ട ഈ ഊഞ്ഞാലാട അർഹതപ്പെട്ടവൻ വന്ന് എന്നെ ചവിട്ടി ഇറക്കി. അങ്ങനെ നമ്മൾ ഊഞ്ഞാലാട്ടമൊക്കെ കഴിഞ്ഞ് നേരെ കൊല്ലം ബീച്ചിലോട്ട് പോയി. പിന്നെ നമ്മൾ ഈ കാണുന്നതൊക്കെ തിന്ന് അവിടെ ഇരുന്ന്. പിന്നെ നമ്മൾ ആകാശത്തോട്ടൊന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ കുറച്ചെടുത്ത് മാത്രം ചുമന്ന കളറ്. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സ്ട്രെയിഞ്ചർ തിങ്സ് ഓർമ്മ വന്നു. അങ്ങനെ നമ്മൾ രാത്രി ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി നേരെ വി പാർക്കിലോട്ട് പോയി. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പോയി ഒരു കട്ടൻ ചായയും പപ്സും കഴിച്ചു. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് അയത്തിൽ ഹോട്ടലിൽ കയറി. എന്നിട്ടെല്ലാം പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും എല്ലാം പറഞ്ഞ് അതെല്ലാം ടേബിളിലോട്ടും വന്ന് അത് കണ്ട ഞാനും ഹാപ്പി. അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഗൈസ്.